മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം. ഞാൻ മധുമതി നന്ദകിഷോർ, യോഗ തെറാപ്പിസ്റ്റാണ്. വർഷങ്ങളായി ഞാൻ യോഗ തെറാപ്പി ചെയ്യുന്ന ഒരു ട്രെയിനറും കൂടിയാണ്. ഒരു ഹോളിസ്റ്റിക് ലൈഫ് സ്റ്റൈലാണ് ഞാനിപ്പം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോളിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് രോഗങ്ങളും അതിനോടനുബന്ധിച്ചുള്ള പീഡനങ്ങളും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു മനുഷ്യൻ തളരുമ്പം അവരെ എങ്ങനെ നമുക്ക് രോഗമില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു ടീച്ചിങ് വേ. നല്ല റിസൾട്ടുമാണ്. ഞാനൊരു ക്രിമിനൽസ് ആൻഡ് പോലീസ് ട്രെയിനറും കൂടിയാണ്. 17 വർഷമായിട്ട് ഞാൻ മസ്കറ്റിലാണ് പണിയെടുക്കുന്നത്. ഇപ്പം 3 വർഷമായിട്ട് ഞാൻ ഫ്രീക്വൻറ്റ് ട്രാവലറാണ് ഇന്ത്യയിൽ മാത്രമല്ല. ഇപ്പം ഈ വർഷം ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിയറസ്റ്റ് GCC, മലേഷ്യ, സിംഗപ്പൂർ എന്ന് ഒത്തിരി കോൾസ് ഉണ്ട്. അപ്പം അതും കൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ കുറച്ച് നാളായിട്ട് ബേസ് ചെയ്ത് വർക്ക് ചെയ്യാണ്. സ്വദേശം കണ്ണൂരാണ്. ഹോളിസ്റ്റിക് ലൈഫിലെ സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗമല്ല, ഒരു രോഗി എന്ന് പറയുന്നത് അയാളെ മാനസികമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ നമുക്കെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത്. മാനസികമായിട്ടും ശാരീരികമായിട്ടും സ്പിരിച്വലി ആൻഡ് മെൻ്റലി 4 തരത്തിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഫിസിക്കലി, മെൻ്റലി, സ്പിരിച്വലി ആൻഡ് സൈക്കോളജിക്കലി നമുക്ക് അവരെ ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രോഗിന് എനിക്ക് രോഗമുണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ രോഗം പെട്ടെന്ന് മാറില്ല. പിന്നെ സെക്കൻഡ് തിങ്, മെഡിസിൻ, ബിയോണ്ട് മെഡിസിൻ യോഗ വർക്ക് ചെയ്യും. അതായത് മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പം മനസ്സ് ഞാൻ രോഗിയല്ല എന്നൊന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ ശരീരം പെട്ടെന്ന് അതിനനുസരിച്ചിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് ദ കെമിസ്ട്രി ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ബോഡി. സംതിങ് ഈസ് കണക്റ്റിംഗ് യുവർ മൈൻഡ് ആൻഡ് ബോഡി. അതാണ് നമ്മളെ ശ്വാസം. നമ്മൾ ഈ പ്രാണായാമയിലെ കൂടി ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പം ആ ഒരു വ്യക്തിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആം എ മെൻറ്റർ, ആം എ കൗൺസിലർ. അപ്പം അവരെ 4 വിധത്തിലും ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. പ്ലസ് ആസനങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വളരെ സ്കെഡ്യൂൾഡായിട്ടുള്ള, വളരെ ഡിസിപ്ലിനായിട്ടുള്ള ഭക്ഷണരീതി, ദിവസമുള്ള വ്യായാമം, അത് ഞാൻ പഠിപ്പിക്കുന്നത് യോഗയിലെ കൂടി തന്നെയാണ്. പ്ലസ് അവർക്ക് ഒരു മെൻ്റൽ പവർ. ആസ് എ മെൻറ്റർ അവർക്ക് ഒരുപാട് പോസിറ്റിവിറ്റി, എല്ലാവരിലും നെഗറ്റിവിറ്റി ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് മാറ്റി അവർക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ടാവും, ധൈര്യക്കുറവുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നമുക്കൊന്ന് മാറ്റി മറിച്ച് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഒരു ഹോളിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പം ഒരു തലവേദന വന്നാൽ തന്നെ മനുഷ്യന്മാർക്ക് ഇപ്പം പേടിയാണ്. പെട്ടെന്ന് പറയും ക്യാൻസറാണോ. ഇപ്പം ക്യാൻസർ ഒരുപാടുണ്ട്. അപ്പം തലവേദന വന്നു കഴിഞ്ഞാൽ തന്നെ ഉള്ളിൻ്റെ ഉള്ളിലോ എനിക്ക് ക്യാൻസറാണോ, ആ ചിന്താഗതി തന്നെ നമ്മളെ ഒരു നെഗറ്റിവിറ്റിയാണ്. ചികിത്സിക്കുന്നതിന് മുമ്പ് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം കൂത്തുറമ്പിൽ എനിക്കറിയുന്ന ഒരു കേസ്, ഒരാൺകുട്ടിയാണ്, 31 വയസ്സുള്ള. ഡോക്ടർ പറഞ്ഞു ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പ് വേണമെന്ന് പറഞ്ഞു. ചെക്കപ്പിന് പോയി റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് അയാൾ ആത്മഹത്യ ചെയ്തോളൂ. റിസൾട്ട് നെഗറ്റീവാണ്. അപ്പോൾ അയാൾക്ക് ആ ഭയമാണ് അയാളാ. അതായത് എന്നാ ഈ രോഗമില്ലെങ്കിൽ നമുക്ക് രോഗമുണ്ട് എന്നുള്ളൊരു ധാരണ, അതാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. ആ ഒരു അവെയർനെസ് ഞാനെന്ന വ്യക്തിയിൽ നിന്ന് എനിക്കിപ്പോൾ ആസ് എ ടീച്ചർ, ആസ് എ മെൻറ്റർ ഞാൻ എല്ലാവരോടും പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് അതിനുള്ള പ്രതിവിധി കാണുക. പിന്നെ മെഡിസിനൊപ്പം തന്നെ യോഗ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ പറ്റും, ഭയം കുറക്കാൻ പറ്റും. പിന്നെ ഈ രോഗത്തിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതാണ് ഈ ഹോളിസ്റ്റിക് വേ ഓഫ് ഡിസിപ്ലിനാണ്. ഭക്ഷണത്തിൽ വരും, നമ്മളെ എല്ലാ ഉടുന്ന വൈഡ്ന എല്ലാം നമ്മളെല്ലാ ഡേ ടു ഡേ ലൈഫിലെ ഒരു ചേഞ്ച് നമുക്ക് വരുത്താൻ പറ്റും. അതാണ് ഈ ഹോളിസ്റ്റിക് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ജോലി ഞാൻ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തൊരാളാണ്. പിന്നെ അതിനുശേഷം എനിക്കൊരു മോളുണ്ട്. അപ്പം മോള് ചെറുതായിരിക്കുമ്പം ജോലി ഡൽഹിയിലായിരുന്നു ഞങ്ങൾ. അപ്പം ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുക, ചാർട്ടേഡ് ബസ്സിലുള്ള യാത്ര, ഹസ്ബൻഡ് ടൈംസ് ഓഫ് ഇന്ത്യയിലായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. അപ്പം വീട് നോക്കാനും പിന്നെ ജോലി ചെയ്യുക എന്നുള്ളതും. അതിന് ശേഷം അദ്ദേഹത്തിന് ഹൈദരാബാദിൽ വന്ന് ഞങ്ങൾ പിന്നെ വിശാഖപട്ടണത്ത് എത്തിയതിന് ശേഷം ഞാൻ ചെറുപ്പം 5 വയസ്സ് മുതൽ ഡാൻസ് പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പം കുച്ചിപ്പുടി പഠിച്ചു. ഭരണി ശങ്കരൻ്റെ ഭാനുപ്രിയയുടെ എല്ലാം ടീച്ചറാണ് എൻ്റെ ഡാൻസ് ടീച്ചർ. അവിടെ കുച്ചിപ്പുടി പഠിച്ചതിന് ശേഷം യോഗ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു സന്യാസി തന്നെയാണ് എൻ്റെ ഗുരു. അദ്ദേഹം എന്നെ വന്ന് യോഗ പഠിപ്പിച്ചു. കൃഷ്ണറാവു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പ്യുവർ സന്യാസിയായിരുന്നു അദ്ദേഹം. നമ്മളെ നരസിംഹറാവുവിൻ്റെ പിന്നെ ഗുരുവാണ് എൻ്റെ ഗുരു. അപ്പോൾ അദ്ദേഹം വന്നു യോഗ പഠിപ്പിച്ചു. യോഗ പഠിപ്പിച്ചപ്പം എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, സ്പോണ്ടലോസിസ് ഉണ്ടായിരുന്നു. കുടുംബത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഒരു കുടുംബമാണ് ഞങ്ങളെ. അപ്പം അങ്ങനെ കുറേ പാരമ്പര്യ രോഗങ്ങളെല്ലാം ഉള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അതിനെ ഞാൻ ഓവർകം ചെയ്തു വിത്തിൻ ഫ്യൂ ഡേയ്സ്. ഇറഗുലർ മെൻസസ് ഉണ്ടായിരുന്നു എനിക്ക്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അതിനെല്ലാം എൻ്റെ ഫ്ലെക്സിബിലിറ്റി എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത് ഡാൻസായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ഡാൻസർ ആയതുകൊണ്ട് എൻ്റെ ഗുരു പഠിപ്പിച്ചത് തന്നെ ആദ്യം സൂര്യ നമസ്കാരമാണ്. അതന്ന് എനിക്കറിയില്ലായിരുന്നു, അത് സൂര്യ നമസ്കാരമാണോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ ഇപ്പം ഞാൻ ആലോചിക്കുമ്പം 17 വർഷം തിരിഞ്ഞാൻ നോക്കുമ്പം അത് ഞാൻ ചെയ്യാൻ പറ്റിയത് ഞാൻ ഡാൻസ് പഠിച്ചത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ യോഗ പഠിച്ചു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ രോഗങ്ങളെ ക്യൂർ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഫോർ ദ സൊസൈറ്റി. സോഷ്യൽ വർക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ചുറ്റിലും അനുഭവിക്കുന്ന ഒരാൾക്ക് രോഗമില്ലാണ്ട് ജീവിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് ഈശ്വരൻ കാണിച്ചു തന്നൊരു വഴിയായിട്ട് ഞാനിതിനെ കരുതുന്നത്. എല്ലാ രോഗങ്ങൾക്കും യോഗ ചെയ്യാൻ പറ്റും. പക്ഷേ സർട്ടൻ സ്റ്റേജ് കഴിഞ്ഞാൽ, ഇപ്പം കിടപ്പിലായൊരു വ്യക്തി, ഞാൻ ക്യാൻസറിൻ്റെ പല സ്റ്റേജിലുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വരാറുണ്ട്, ഞാൻ പോയി ചികിത്സിക്കാറുണ്ട്. ജുവനൽ ഹോം അങ്ങനെയുള്ള ഒരുപാട് ചാരിറ്റി, അതായത് ഇപ്പം ഞാൻ സെൻട്രൽ ജയിലിൽ ചെയ്യുന്നതും ജുവനൽ ഹോം, ഓർഫനേജസ്, ഓൾഡ് ഏജ് ഹോംസ്, ഓട്ടിസ്റ്റിക്, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു വോളണ്ടറി പാർട്ടായിട്ടാണ്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ സർട്ടൻ സ്റ്റേജസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്യാൻസറിൻ്റെ അവസാനത്തെ സ്റ്റേജിലെല്ലാം വളരെ ദയനീയമായൊരവസ്ഥയാണ്. അത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റും. വളരെ നല്ല ആത്മവിശ്വാസത്തോടെ ആൾക്കാർ തിരിച്ചു വന്ന് രോഗത്തിന് ഓവർകം ചെയ്യുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പുരുഷനിലേക്കാട്ടും കണ്ടത് ഞാൻ സ്ത്രീകളിലാണത്. അത് സ്ത്രീകളിലെ കണ്ണീരും അവരിലുള്ള ആ ഒരു ഈസ്ട്രജൻ്റെയും ഒരു ശക്തി തന്നെയാണ്. അത് വളരെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ അവസാനത്തെ സ്റ്റേജ് എന്നെല്ലാം പറഞ്ഞാൽ ഒരാൾക്ക് ഓർമ്മയില്ലാത്ത ഒരാളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റാത്ത ഒരാളൊന്നും ചെയ്യാൻ പറ്റില്ല, തീരെ കിടപ്പിലായ ഒരു വ്യക്തിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നവർക്ക് നമുക്ക് കുറച്ച് പ്രാണായാമമെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പം ക്യാൻസറിൻ്റെ അവസാനത്തെ സ്ഥിതിയിലൊക്കെ ആണെങ്കിലും അവർക്കറിയാം അവരെ മരണം തൊട്ട് മുമ്പിലാന്നുള്ള ഒരു വളരെ സങ്കടമുള്ളൊരവസ്ഥയാണ് അത്. പക്ഷേ എന്നാലും അവർ നമ്മളെ അവരെ ഒരു അവസാനത്തെ ആശയിലാണ് നമ്മളെ കൈപിടിച്ചിട്ട് അതിൽ ഞാനിപ്പോൾ അവസാനത്തെ ആ സ്റ്റേജിലൊന്നും പോയി കാണാറില്ല. എന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് പ്രാണായാമയിലെ കൂടി അവരെ കിടക്കേന്ന് ബാത്റൂമിലെത്താനുള്ള ഒരു ദൂരമുണ്ട്. അപ്പം ദേ ക്യാൻ കൺട്രോൾ ദെയർ യൂറിൻ, ദെയർ മോഷൻ. അതെൻ്റെ ഒരു അനുഭവമാണ്. ഒരുപാട് പേരെ അറ്റ്ലീസ്റ്റ് അവർക്ക് ആ പ്രാണായാമയിലെ കൂടി അവർക്ക് ആ ശ്വസിച്ച് അവരെ ഒന്ന് ആത്മവിശ്വാസത്തോടെ അവരെ ബെഡിൽ നിന്ന് അവിടം വരെ എത്താനുള്ളൊരു ദൂരം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. അതിലപ്പുറമെല്ലാം പിന്നെല്ലാം ഈശ്വരൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ചെയ്യാൻ പറ്റും. ഇപ്പം ബി പി ഉള്ളവർക്ക് BP മാറ്റാൻ പറ്റും, ഷുഗർ ഉള്ളവർക്ക്, ഇതെല്ലാം കോമൺ ഇഷ്യൂസാണിപ്പം. ആസ്തുമ, നടുവേദന, തലവേദനേൻ്റെ പലതുണ്ട്. സൈനസൈറ്റിസിൻ്റെ മൈഗ്രെയിൻ ഉണ്ട്, പിന്നെ ആസ്മേൻ്റെ തന്നെ അലർജിക് ആസ്മയുണ്ട്, ക്രോണിക്. നമുക്ക് പാരമ്പര്യങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അത് നമ്മൾ ആദ്യം തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാത്ത കാര്യങ്ങളൊന്നാണ്. നമുക്ക് നമ്മളെ പ്രായം, നമ്മളെ പാരമ്പര്യം, പിന്നെ നമ്മളെ മരണം, ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്കൊരിക്കലും
നിങ്ങളിൽ നിന്ന് മാറ്റി വെക്കാൻ പറ്റാത്ത 3 കാര്യങ്ങളാണ്. പക്ഷേ ഈ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പ്രായത്തിനെയും നമ്മളെ ഈ പാരമ്പര്യത്തിനെയും നമ്മൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും 2 ഭാഗത്തുനിന്ന് വന്ന് 7 ജനറേഷനിലെ ബ്ലഡാണ് നമ്മളിൽ ഓടുന്നത്. അപ്പം പാരമ്പര്യ രോഗങ്ങൾ നമ്മളെ പ്രായത്തിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പാരമ്പര്യം, ഷുഗർ പാരമ്പര്യമാണ്. ഇപ്പം ക്യാൻസർ പോലും നമുക്ക് പാരമ്പര്യമാണെന്നാണ് പറയുന്നത്. ഓരോ കുടുംബത്തിലും എടുത്ത് നോക്കിയാൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഭാഗത്തുനിന്ന് കോടാനുകോടി വെയിൻസും അത് 72,000 നെർവ്സാണ് നമ്മൾ പറയുന്നത് നെർവസ് സിസ്റ്റത്തിൽ. അപ്പം നമുക്ക് ഈ ഓടുന്ന രക്തത്തിൽ മുഴുവൻ കിടക്കുന്നത് മുഴുവൻ നമ്മളെ പാരമ്പര്യമാണ്. ഈ പ്രായം ഓരോ നിമിഷവും നമ്മളെ പ്രായം നമ്മളെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡെത്ത് ഈസ് ബിഹൈൻഡ് ഓഫ് യു, ഇറ്റ്സ് എ ഷാഡോ. അപ്പം ജനനം മുതൽ നമ്മളെ പുറകെ ഉണ്ടത്. അപ്പം നമ്മൾ കണ്ടിരിക്കുന്ന മുഴുവൻ അകാല മരണങ്ങളാണ്. ഇപ്പം നമ്മൾ കാണുന്ന മുഴുവൻ അകാല മരണങ്ങളാണ്, ആത്മഹത്യകളാണ്, അപകട മരണങ്ങളാണ്. അപ്പം ഈ അകാല മരണങ്ങൾ നമുക്ക് അകാല വാർദ്ധക്യവും വരുന്നത് ഓൺലി ബിക്കോസ് ഓഫ് നമ്മളെ ഈ പാരമ്പര്യ രോഗങ്ങളും നമ്മളെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഈ രോഗങ്ങൾ നമുക്ക് ദിവസം നമ്മൾ യോഗ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതിന് നല്ലൊരു പ്രാക്ടീഷണറുടെ അടുത്ത് പോയി, ഒരു യോഗ തെറാപ്പിസ്റ്റും ഒരു യോഗ പ്രാക്ടീഷണറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നെപ്പോലെയുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. യോഗ തെറാപ്പിസ്റ്റുകളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു രോഗിക്ക് ആവശ്യമുള്ളതാണ് ആദ്യം കൊടുക്കുക. ഒരു നടുവേദനക്കാരൻ വന്നു കഴിഞ്ഞാൽ നടുവേദന മാറ്റിയതിന് ശേഷം മാത്രമേ പിന്നെ ബാക്കിയുള്ള കൊടുക്കുള്ളൂ. അപ്പം തന്നെ അയാൾ ഹീസ് ഓൾ റൈറ്റ്. നടുവേദന മാറുമ്പം തന്നെ അയാൾക്കൊരു കോൺഫിഡൻസ് വരും. ചെറിയ തലവേദന വന്നാൽ മതി, നമ്മൾ ഭയങ്കര പെട്ടെന്ന് നമ്മൾ ഡെസ്പാവും. അതാണ് മനസ്സും ശരീരവും തമ്മിലുള്ളൊരു ബന്ധം. മനസ്സിന് സുഖമില്ലെങ്കിൽ ശരീരത്തിന് സുഖമില്ലെങ്കിൽ മനസ്സിനെയും ബാധിക്കുമെന്ന് പറയുന്നതാണ്. അതിൻ്റെ ഇടയിൽ കിടക്കുന്നതാണ് നമ്മളെ ശ്വാസം. അതാണ് നമ്മൾ ഈ പ്രാണായാമയിലെ കൂടി ചെയ്യുന്നത്, ജേർണി ഓഫ് എനർജി. അപ്പം ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റും. പിന്നെ ദിവസമുള്ള പ്രാക്ടീസ്, നമ്മളെ ലൈഫ് സ്റ്റൈലൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ആസ് എ ഗൈഡ്, ആസ് എ മെൻറ്റർ, ആസ് എ കൗൺസിലർ, ആസ് എ ടീച്ചർ, ആസ് എ ട്രെയിനർ എന്നെപ്പോലെയുള്ള വ്യക്തികൾക്ക് ഒരുപാട് ചെയ്തു കൊടുക്കാൻ പറ്റും. നല്ല റിസൾട്ടും കിട്ടും. യോഗ 4 വയസ്സ് മുതൽ തുടങ്ങും, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്. എന്നുവെച്ചാൽ ഇപ്പം വരുന്ന കുട്ടികൾ 4 വയസ്സ് മുതൽ എൻ്റെ അടുത്ത് നല്ല വാർദ്ധക്യമുള്ള ആൾക്കാർ വരെ വരുന്നുണ്ട്. അത് രാജാവുമുണ്ട്, പ്രജയുമുണ്ട്, യാചകനുമുണ്ട്. ഞാൻ എല്ലാ യാതൊരു എന്താ പറയുക, നമ്മളെ സമൂഹത്തിൽ എല്ലാ തട്ടുകളിലും വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ജയിലുണ്ട്, പോലീസുണ്ട്, VIPs ഉണ്ട്, സാധാരണക്കാരുണ്ട്, കൂലിവേലക്കാരുണ്ട്, പിന്നെ ലേബർ ക്യാമ്പ് അടക്കം ഞാൻ എടുക്കുന്നതുകൊണ്ട്, പിന്നെ ഓർഫനേജസ് ഉണ്ട്, വൃദ്ധസദനങ്ങളുണ്ട്, ചെയറിലിരുന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം 4 വയസ്സ് മുതൽ യോഗ തുടങ്ങാമെന്നേ ഞാൻ പറയുള്ളൂ. ഒരു കുട്ടിക്ക് മനസ്സിലാവും എന്താ ചെയ്യേണ്ടത്. അവരെ നമുക്ക് പെട്ടെന്ന് മോൾഡ് ചെയ്യാനും പറ്റും. കുട്ടികളല്ലേ, നന്നായിട്ട് നമുക്ക് അവരെ ബോഡി ഫ്ലെക്സിബിൾ ആയിരിക്കും, അവരെ ആ വികൃതി നല്ലോണം കൺട്രോൾ ചെയ്യാൻ പറ്റും. അവർക്ക് തന്നെ ഒരു സീരിയസ്നെസ്, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. 4 വയസ്സ് മുതൽ തുടങ്ങാം. ആഹാരക്രമം എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഹെൽത്തി ഫുഡ് നമ്മൾ അതൊന്ന് ഫോളോ ചെയ്താൽ മതി. ഇന്ന കഴിക്കരുത്, മാക്സിമം നമ്മൾ ഫാസ്റ്റ് ഫുഡ് ദിവസമുള്ള കഴിക്കൽ നിർത്തുക. വീട്ടിൽ നല്ല ഭക്ഷണം ദിവസം കുക്ക് ചെയ്ത് കഴിക്കുക. പിന്നെ പച്ചക്കറിയും ഫ്രൂട്ട്സും അങ്ങനെയുള്ളതെല്ലാം നന്നായിട്ട് ആഡ് ചെയ്യുക. മത്സ്യം നല്ലതാണ്. ചെറിയ മത്സ്യങ്ങളെല്ലാം ഒരുപാട് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ സിൻ്റെ എല്ലാം ഒരു എന്താ പറയുക നന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. വലിയ മത്സ്യങ്ങളിലെല്ലാം കൊളസ്ട്രോൾ ഉണ്ട്, പ്രത്യേകിച്ച് ഷെൽ ഫിഷുകളിൽ ഒരുപാട് കൊളസ്ട്രോൾ ഉണ്ട്. നമ്മളെ നെയ്മീൻ പോലെയുള്ള മത്സ്യങ്ങളിൽ. പിന്നെ റെഡ് മീറ്റ് നമുക്ക് കുറക്കാൻ പറ്റും. റെഡ് മീറ്റ് അതായത് ബീഫ്, മട്ടൺ അങ്ങനെയുള്ളതെല്ലാം നമുക്ക്. പിന്നെ ഓയിൽ കുറച്ച്, ഉപ്പ് കുറച്ച്, ദിവസമുള്ളത് ദിവസം കുക്ക് ചെയ്യുക. അതാണ് ഈ ഹെൽത്തി കുക്കിങ്ങും ഹെൽത്തി വേ ഓഫ് നമ്മളെ ഈറ്റിംഗ് ഒരു സ്റ്റൈൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പണ്ട് നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നു. ഇപ്പം നമുക്ക് പ്യുവറായിട്ടുള്ള സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. പക്ഷേ മാക്സിമം നല്ല പച്ചക്കറി നല്ലോണം കഴുകി ഉപ്പിട്ട് വിനീഗറെല്ലാം ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി നന്നായിട്ട് ദിവസം അങ്ങനെയുള്ളതെല്ലാം ഉപയോഗിക്കാം. കുറേ കുക്ക് ചെയ്യാണ്ട് വെക്കുക. ഒരാഴ്ചത്തേക്കെല്ലാം കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പം ക്യാൻസർ വരുന്നതെന്നുള്ള മെയിൻ. പിന്നെ അലൂമിനിയം പാത്രങ്ങൾ യൂസ് ചെയ്യാണ്ട് നിൽക്കുക. മൺപാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും അങ്ങനെയുള്ള നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. പിന്നെ ഓയിൽ, നമ്മുടെ ഈ കുക്കിംഗ് ഓയിൽ എന്ന് പറഞ്ഞു വരുന്ന പലതും നല്ലതല്ല. അപ്പം നമുക്ക് പിന്നെ എന്താണ് തവിടെണ്ണ യൂസ് ചെയ്യാൻ പറ്റും, വിർജിൻ കോക്കനട്ട് ഓയിൽ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റി മറിച്ച് കഴിഞ്ഞാൽ പിന്നെ സമയത്തിന് ഭക്ഷണം കഴിക്കുക.
രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ് എന്നാണ് പറയുക, ലഞ്ച് ലൈക്ക് എ മിനിസ്റ്റർ ആൻഡ് സപ്പർ ലൈക്ക് എ ബെഗറാണ്. നമ്മൾ നേരെ തിരിച്ചാണ്, നമ്മൾ രാത്രി അധികം ഭക്ഷണം കഴിച്ചു കളയും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മാറ്റി മറിക്കുകയാണെങ്കിൽ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം നമ്മളൊരു 12 മണിക്കും 2 മണിയുടെ ഇടയിലും കഴിച്ചിരിക്കുക. നല്ലോണം സാലഡ്സും ഫ്രൂട്ട്സും എല്ലാം ആഡ് ചെയ്യുക, അരിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, 2 ചപ്പാത്തി അതിൻ്റെ കൂടെ ചേർക്കുക. അപ്പോൾ ഈ രോഗത്തു നിന്ന് നമ്മൾ ഈ പാരമ്പര്യ രോഗങ്ങൾ ഞാൻ ഏത് വ്യക്തി വന്നാലും പറയാം എനിക്ക് നിങ്ങളെ ഹിസ്റ്ററി ഒന്ന് അറിയണമെന്ന്. എന്നാൽ മാത്രമേ നമുക്ക് അവരെ ഭക്ഷണ രീതി അടക്കം എല്ലാം ഒന്ന് മാറ്റി മറിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ 7 മണിക്കും 9 മണിക്കും ഇടയിൽ കഴിച്ച് തീർക്കുക, കഴിച്ച ഉടനെ ഉറങ്ങാണ്ട് നിൽക്കുക. പിന്നെ യോഗ ചെയ്യുന്നതിന് സമയങ്ങളുണ്ട്. യോഗ ഏർലി മോർണിംഗ് ആണ് ബെറ്റർ ടൈം. രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുളിച്ച് ജപിച്ച് നമ്മളെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ പിന്നെ അതൊരു റൊട്ടീനായിട്ട് അങ്ങ് പോയിക്കോളും. ഫാമിലി സപ്പോർട്ടാണ് ഏറ്റവും വലുത്. ഞാൻ ഭയങ്കര ബ്ലെസ്ഡായൊരു വ്യക്തിയാണ്. എൻ്റെ ഹസ്ബൻഡ് നന്ദകിഷോർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനും കൂടിയാണ്. 16 വർഷമായിട്ട് സ്ഥിരമായി യോഗ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് എൻ്റെ ബാക്ക് ബോൺ. ഇല്ലെങ്കിൽ രാവിലെ 4:30 മുതൽ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട്സ് അറ്റ് 4:30. അത് ഏറ്റവും കൂടുതൽ പുരുഷന്മാരുമായിട്ട് ഇടപഴകുന്നൊരു സ്ത്രീയാണ് ഞാൻ. എൻ്റെ വേ ഓഫ് ടീച്ചിങ് ഇപ്പം മൈ മോട്ടോ ഓഫ് വർക്ക് ഈസ്, ഞാൻ പറഞ്ഞു അകാല മരണങ്ങളും അകാല വാർദ്ധക്യവും, ഈ 2 ഘടകങ്ങളെ എങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഞാൻ പറഞ്ഞ അഗെയിൻ നമ്മൾ സ്ഥിരമായി യോഗ ചെയ്യുക, നല്ലൊരു ലൈഫ് സ്റ്റൈല്, പിന്നെ സമാധാനവും ശാന്തിയും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ദേഷ്യം എല്ലാവർക്കും ഉണ്ട്, ഒരുപാട് ദേഷ്യമുള്ള ഏത് കമ്മ്യൂണിറ്റീൻ്റെ ഏത് ഗ്രൂപ്പിൻ്റെ അടുത്ത് വന്നാലും, അപ്പോൾ അത് ക്രിമിനൽസ് ആയാലും ആദ്യം ചോദിക്കുക ടീച്ചറെ ഭയങ്കര ദേഷ്യമാണെന്നാണ് പറയുക. ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു വിഷയം ദേഷ്യമാണ്. അപ്പം ഇതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്യണമെന്ന് ഞാനെന്ന വ്യക്തിനെ ഞാൻ കൺട്രോൾ ചെയ്യണം. ഇതിന് റിമോട്ടൊന്നുമില്ല. അപ്പം എനിക്ക് രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോകണമെങ്കിൽ നമുക്ക് നല്ലൊരു ടീച്ചറെ കണ്ടെത്തണം. പിന്നെ ശുഭാപ്തി വിശ്വാസം അത് ഒരു ടീച്ചർക്ക് തരാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ ദിവസമുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള മടിയില്ലാണ്ട് ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പം നമുക്ക് നമ്മളെ വാർദ്ധക്യം ദുരിതപൂർണമായിരിക്കില്ല, പിന്നെ സാധാരണ മരണം ഇല്ല ഇന്നത്തെ കാലത്ത്. ഞാനിപ്പം എൻ്റെ മോട്ടോ ഓഫ് വർക്ക് അതാണ്, ഒരു അകാല മരണത്തിൽ നിന്നും അകാല വാർദ്ധക്യത്തിൽ നിന്നും ഒരു നല്ല സന്തുഷ്ടമായ ഒരു വാർദ്ധക്യവും പിന്നെ ശാന്തമായ ഒരു മരണവും അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പരിധി വരെ. അതിന് യോഗയിലെ കൂടി നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും. കിട്ടിയ അംഗീകാരങ്ങൾ ഒരുപാടാണ്. ഇപ്പം നാട്ടിൽ വന്നാൽ തന്നെ നമുക്ക് പൊതുവേദികളിൽ ഞാനെന്ന ഒരു സാധാരണയായ ഒരു വീട്ടമ്മയാണ് ഞാൻ. അപ്പം നമ്മളാ ഒരു പൊതുവേദിയിൽ ഒരു സാംസ്കാരിക വേദിയിൽ നമ്മളെ അംഗീകരിക്കുന്ന കേരളത്തിൽ വന്നാൽ നമുക്ക് കിട്ടുന്ന പൊന്നാടകൾ അത് നമുക്ക് കിട്ടുന്ന വലിയ അംഗീകാരങ്ങളാണ്. പിന്നെ നമ്മളൊരു സ്പീക്കറായിട്ട് ഐ ആം എ സ്പീക്കർ ഓൾസോ. അപ്പം നമ്മളെ വിളിക്കും, ഒരു പുതിയ തലമുറക്ക് 10 കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ഒരു പൊതുവേദിയിൽ നമുക്ക് കിട്ടുന്ന അന്നേരം വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന വലിയ അംഗീകാരങ്ങളാണത്. പിന്നെ 17 വർഷം അന്യനാടിന് ഒമാൻ എന്ന ഒരു വലിയ ഒരു രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ ലൈസൻസ് പോലും ഇല്ലാണ്ട് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അവിടെ ഒരു ഫ്രീലാൻസറായി വർക്ക് ചെയ്തു, പല ഡിഗ്നിറ്റീസിന് ക്ലാസ് എടുത്തു. അതിൽ രാജാവും ഉണ്ട്, ലേബർ ക്യാമ്പ്സ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്, ഞാൻ ജഡ്ജായിരുന്നു, കുക്കറി എൻ്റെ പാഷനാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് 2015 ഇൻ്റർനാഷണൽ യോഗയിൽ ഞാൻ ഒമാൻ്റെ റെപ്രസെൻറ്റേറ്റീവായി എൻ്റെ ഒമാൻ എംബസി എന്നെ റെക്കമെൻഡ് ചെയ്തത്, ഇന്ത്യൻ എംബസി എന്നെ റെക്കമെൻഡ് ചെയ്തത്. അത് മോദിയുടെ ഫസ്റ്റ് നമ്മൾ ഇൻ്റർനാഷണൽ യോഗ ഡേയിൽ അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. ഞാനെന്ന വ്യക്തി ഏതോ ഒരു നാട്ടിന് വേണ്ടി ചെയ്തതാണെങ്കിലും
ഒരു ഇന്ത്യയിലേക്ക് ഞാനൊരു ഇന്ത്യൻ്റെ ഒരു മറ്റൊരു കൺട്രീൻ്റെ റെപ്രസെൻറ്റേറ്റീവായി വരുവാന്ന് കിട്ടുന്നത് അതെല്ലാം ഒരു എന്താ പറയുക, അതൊന്നും വിലമതിക്കാൻ പറ്റാത്തതാണ്. ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പം എനിക്ക് ഇൻ്റർനാഷണൽ യോഗ കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരു 35 കൺട്രീസിൽ നിന്ന് എനിക്ക് ഇൻവിറ്റേഷൻസ് ഉണ്ട്. 2016 and 17 ഞാൻ GCC, മലേഷ്യ, സിംഗപ്പൂർ അങ്ങനെയുള്ള കുറേ ട്രിപ്സ് ഉണ്ട്. അവിടെ ക്ലാസ്സസ് പല ഓർഗനൈസേഷൻസ് വിളിച്ചതാണ്. അതുകൂടാണ്ട് ഇന്ത്യയിൽ തന്നെ ഞാൻ ഡൽഹി, ബാംഗ്ലൂർ, കൊച്ചി ഈ 3 സ്ഥലങ്ങളിലൊരു യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങേണ്ട പ്ലാനുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ ഉള്ള എല്ലാ ലെവലിലും എനിക്ക് എത്തിപ്പെട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പം മോളെ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ട്. അവളൊരു ഫാമിലിയിലായതിന് ശേഷം മാത്രം ഞാനും ഹസ്ബൻഡും യൂറോപ്പ്, അങ്ങനെ അവർ 3 months to 6 months ചോദിക്കുന്നത്. അതിനിടെ ഇപ്പം പെട്ടെന്ന് ചോദിക്കുന്നതാണ് ഫ്രാൻസും ജർമ്മനിയിലുണ്ട്. അത് അടുത്ത കൊല്ലം പ്ലാൻ ചെയ്യുമായിരിക്കും. ഒരു 3 months, മിനിമം 3 months അവരെ എന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ കൊണ്ടുപോയി അവർക്കും ബെനിഫിറ്റ് നോക്കുന്നുണ്ടല്ലോ. അവർ പെയ്ഡല്ലേ, നല്ലൊരു കാശ് തന്നിട്ട് നമ്മളെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് അതിൻ്റെ ഗുണം വേണ്ടേ. അപ്പം അതൊക്കെയാണ് ഇപ്പോൾ ഉള്ള മുമ്പിലുള്ളത്. ഒന്നും അങ്ങനെ പ്ലാനൊന്നും ഒരുവിധമൊന്നും ഞാനൊന്നും ചെയ്യാത്തൊരു വ്യക്തിയെല്ലാം ഈശ്വരേച്ഛ പോലെ നടക്കട്ടെ. 1 മാസത്തേക്കല്ലേ ഉള്ളതേ പ്ലാൻ ചെയ്യാറുള്ളൂ. എന്നുവെച്ചാൽ അതിന് കൂടുതലൊന്നും പ്ലാൻ ചെയ്യേണ്ട, ബാക്കിയെല്ലാം ഈശ്വരൻ ചെയ്തോളൂ.